ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അത് മാത്രം ഞാൻ ചെയ്തു. പേര് പരിചയപ്പെടുത്തി, ശ്രീജ പ്രദീപ്, ചേളന്നൂർ സ്വദേശിയാണ്. MIL സ്റ്റീൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഇപ്പം ഫുൾ ടൈം കരിയറായി ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. അവസരം തന്ന എന്റെ ഏട്ടന്റെ ഫ്രണ്ട് സുധാകരേട്ടനും, അതേപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് മെന്റർ ഭവനി സാറ്, ധനീഷ് മാധവൻ സാറ്, ബലനി സാറ്, ഒരുപാട് ലീഡേഴ്സിന്റെ അതിന് മുകളിലേക്ക് ഇഷ്ടംപോലെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. എടുത്ത് നമുക്ക് പറയാൻ പറ്റിയത് ഇപ്പം ഭവനി സാറാണ് എന്നെ ഈ ഒരു ലെവലിലേക്ക് മാറ്റാൻ എല്ലാ എഫേർട്ടും സാറ് തന്നെ എടുത്ത്. എന്തായാലും അതിനുപരി എന്റെ ടീം, എനിക്കിപ്പോ നിലനിൽപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നിലനിൽപ്പുണ്ടെങ്കിൽ നമ്മളെ ടീമാണ് അതിന്റെ ആ ഒരു മൊത്തം ഉത്തരവാദിത്വം എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങളൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു. എന്റെ ഹിസ്റ്ററി അറിയാത്ത ആരുമില്ല. പക്ഷെ അത് ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം ഞാൻ ഒരുപാട് വേദികളിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കാഞ്ഞങ്ങാട് GTSന് പോയി കഴിഞ്ഞ മാസം. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ലേഡി വന്ന് പറയാ, എവിടെയോ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ശ്രീജ മാഡം അല്ലേ, ഞാൻ യൂട്യൂബില് മാഡത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഭവാനി സാറിനോട് പറയാ, അമ്പടാ, ചേളന്നൂർ ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു അടുക്കളയിൽ കഴിയേണ്ടിയിരുന്ന ശ്രീജേച്ചിന്റെ യൂട്യൂബിലൊക്കെ വീഡിയോ എത്തി എന്ന് പറയുമ്പോ എന്താ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ എന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു. 5 ലക്ഷം മുടക്കിയിട്ട് ഒരു 10-13 ലക്ഷം കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് ജീവിതം ചോദ്യചിഹ്നത്തിന് മുമ്പില്, ജീവിക്കണോ മരിക്കണോ, അങ്ങനെ ആ ഒരു ചിന്താഗതി നമുക്ക് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. കാരണം ഒരു 850 രൂപയ്ക്ക് കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും വീട്ടാൻ പറ്റാത്ത ഒരു കടാണ്, ഒരു എമൗണ്ട് ആണ് ആ സംഖ്യ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മളെ ഉൽപ്പന്നങ്ങള്, കുറച്ച് സോപ്പും പേസ്റ്റും ചോപ്പ് കുപ്പിയിൽ കുറെ മരുന്നുകളും കൊണ്ട് വന്നാല് നിങ്ങൾ ആരാണെങ്കിലും സമ്മതിക്കുമോ? കാരണം ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നുകളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കാവൂല ജയിലിലൊന്നും പോയി കിടക്കാൻ. ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു ഞാൻ ഏട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹസ്ബൻഡിന് ഫ്രണ്ടാണ്, അവർക്ക് കിഡ്നി പേഷ്യന്റ് ആണ്. അപ്പൊ അതൊന്ന് വിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഷോപ്പിൽ കൊണ്ടുവച്ചാ. പൊതുവെ കണ്ടാല് ഈ ഒരു രൂപമൊന്നല്ല, ഒരു ഭ്രാന്തൻ വേഷം, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് എന്റെ സൗര്യക്കേട് വേറെ കടം ആയതിനാല് അങ്ങനെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ആ ഒരു ലെവലിലേക്ക് മാറിയതായിരുന്നു ഹസ്ബൻഡ്. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വിഷമം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും മക്കൾക്കും വെച്ച് തരാം, ഈ ജീവിതം എനിക്ക് മടുത്തെന്ന് എന്നെ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 6 വർഷം മുന്നേ മൈലേജ് സ്റ്റൈൽ വരുന്നതിന് മുമ്പേ. അപ്പൊ എന്നോട് പറഞ്ഞ, എന്നെ കൊല്ലാനല്ല ഞാൻ കൊണ്ടുവന്നത്, ജീവിക്കാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. ഞാനാണെങ്കിൽ നെഗറ്റീവിന്റെ ഒരു ഭയങ്കര ഒരു കൊടുമുടി എന്ന് തന്നെ പറയാം. പക്ഷെ ആ ഒരു നെഗറ്റീവിലേക്ക് ഒരു വരയും കൂടി വരച്ച് പോസിറ്റീവ് ആകുന്ന ആളായതുകൊണ്ടാണ് ഇന്ന് ജീവിതം ഇത്ര പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല, കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാവുന്ന വരെ പറഞ്ഞു. പക്ഷെ ഭീഷണിപ്പെടുത്തി നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. ഏട്ടൻ പറഞ്ഞ, സുധാകരൻ എന്തായാലും വേണ്ടില്ല, ഞാൻ അത് വിറ്റ് കൊടുക്കും. ഒരു സൈക്കിള് പോലും ഇല്ലാത്ത ആ സാഹചര്യത്തില് ഏട്ടൻ ഒരു കവറിലിട്ട് വീട് വീഴാന്തരം രാവിലെ പണിക്ക് പോകും, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. 3 മണി വരെ പണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു വന്നാൽ പിന്നെ ഞങ്ങളെ ഷോപ്പിൽ നിൽക്കാറാ പതിവ്. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞ, ഞാൻ വൈകുന്നേരം ആയിട്ടൊരു 6 മണി വരെ ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി വിറ്റ് നോക്കട്ടെ, അവൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ട് ആ ലാഭം, അതിൽ കിട്ടുന്ന ഒരു പേസ്റ്റ് വിറ്റാൻ 50 രൂപ കിട്ടും, അതിൽ 30 രൂപ സുധാരേട്ടന് കൊടുത്താൽ മതി, ബാക്കി 20 ഞങ്ങൾക്ക് എടുക്കാന്നുള്ള ലെവലിലാണ് അവിടെ കൊണ്ടുവച്ചത്. പക്ഷെ അത് കൊണ്ടുപോയി വിറ്റ സമയത്ത് ആ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് കൊണ്ടുപോയി വിറ്റപ്പോൾ നല്ലോണം പോയി. ചില വീടുകളിൽ കയറിയ സമയത്ത് ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞിട്ട് പടിക്കലെത്തുന്നേ ഉള്ളൂ, അല്ലെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു പറയും ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, ഒരു ബ്രോഷറിൽ ഒരു പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ട്, നിങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോഷറിലെ പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്തു പോന്നു. വാങ്ങിയ ആളുകൾ, പേസ്റ്റ് ആണെങ്കിലും സോപ്പ് ആണെങ്കിലും വാങ്ങിയ ആളുകൾ വീണ്ടും വാങ്ങിക്കാൻ തുടങ്ങി. നമ്മളെ പ്രൊഡക്റ്റ് ഒരു തവണ കൊടുത്താൽ മതി, പിന്നെ നമ്മൾ അവര് എന്താ പറയാ, പ്രൊഡക്റ്റ് സംസാരിക്കുന്ന പറയാം. പക്ഷെ അത് ഒരു പ്രാവശ്യം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അവര് വീണ്ടും വിളിക്കാൻ തുടങ്ങി. ബ്രോഷറിൽ കൊടുത്തു, ഒരു പൈൽസിനുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ പ്രതിവേട്ടാന്ന് ചോദിച്ച് വിളിക്കാൻ തുടങ്ങി, വെൽഹാർട്ടിന്, അങ്ങനെ ഓരോന്നിങ്ങനെ പതിയെ പതിയെ അങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്താണ് ഭവനി സാർ ഞങ്ങളുടെ ഷോപ്പിൽ എന്നും വരും. പ്രൊഡക്റ്റ് കൊണ്ടുവച്ച് പോയാൽ പിന്നെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യല്ലോ, അതിന് വേണ്ടിയിട്ട് ദിവസവും വരും. അപ്പൊ എന്നോട് ചോദിക്കും, ശ്രീജേച്ചി ഇതൊന്ന് ഒരു പേസ്റ്റ് വിറ്റാൽ ഇത്ര പൈസ കിട്ടും, അതുമല്ല ഇതിൽ കൂടി ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതുപോലെ ഒന്നല്ല, നാളുകൾ നിങ്ങൾ വെറുതെ ഇരുന്നാലും വരുമാനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻകം പ്ലാൻ ഇങ്ങനെ വരച്ച്
പറയും അവിടെ 10,000 രണ്ടാളെ കൊണ്ടുവന്നാൽ മതി, രണ്ടാളെ പരിചയപ്പെടുത്തി നമ്മൾ ചെയ്താലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും 12% വരുമാനം എന്നൊക്കെ പറയും. പക്ഷെ ഞാനതൊന്നും ഒട്ടും വിശ്വസിച്ചില്ല. കാരണം എനിക്ക് അത്രയും വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആൾക്ക് പിന്നെ എന്ത് വിശ്വാസാന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു ആ ഒരു എന്താ പറയാ ഒരു പ്രതികരണം സാറിനോട്. അപ്പൊ സാറ് പിന്നെ ദിവസം വരും. 10 മണി മുതൽ വന്നാൽ 2 മണി വരെ ഞങ്ങളെ ഷോപ്പിലിരിക്കും. ഇയാളൊന്ന് ഇവിടുന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഉള്ളില് ഇഷ്ടമില്ലാത്ത ലെവലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഈ പിറ്റേന്ന് വന്ന സമയത്താണ് പ്രൊഡക്റ്റ് ഒന്നും ടേബിളിന്റെ മുകളിൽ കാണുന്നില്ല. അപ്പൊ എന്നോട് വെച്ച് ശ്രീജച്ചൊക്കെ എടുത്ത് വിറ്റില്ലേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ആണ് അത് കൊണ്ടുപോയി വിറ്റതെന്ന് പറഞ്ഞു. അന്നപ്പാണ് ശരിക്കും പറഞ്ഞ സാറ് ഞെട്ടിപ്പോയത്. കാരണം സാറിന്റെ ഒരു മുൻവിധി, സാർ എപ്പോഴും പറയും ഒരാളെയും നമ്മൾ മുൻവിധിയോട് കൂടി കാണാൻ പാടില്ല. ഞാൻ ഇപ്പൊ ചിന്തിക്കാണ്, ഇപ്പം ബുനാനത്ത് മേഡത്തിന് ഒരു കഴിവുമില്ല, അവരെ നോക്കിയിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വയം മുൻവിധിയോട് കൂടി മുന്നോട്ട് പോവാൻ പാടില്ല എന്ന് ഞങ്ങൾ സാർ എപ്പോഴും പറയും. കാരണം സാർ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീജേച്ചിയാണ് ഷോപ്പിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. അപ്പൊ ശ്രീജേച്ചിക്ക് ഇതൊക്കെ കഴിയുന്ന സാറ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹസ്ബൻഡിന് ഇത് സാധിച്ചെന്ന് പറഞ്ഞ സമയത്ത് സാറ് വെച്ച് പ്രദീപേട്ടൻ അത് കൊണ്ടുപോയി വിറ്റോന്ന് വെച്ചു. കാരണം ഒരു കീറിയ കാവ്യം മുണ്ടും ഒരു കള്ളി ഷർട്ടും താടിയും മുടിയും ഒക്കെ നീട്ടിയിട്ട് ഒരു ഭ്രാന്തൻ കോലത്ത് നിൽക്കുന്ന ആളാണല്ലേ. അയാളൊന്നും ഇതൊന്നും ഒരിക്കലും ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ആ പ്രൊഡക്റ്റ് മൊത്തം കൊണ്ടുപോയി വിറ്റ് നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പൊതുവെയാണ് ഭയങ്കര സന്തോഷമായി. എടോ 850 രൂപ കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന എനിക്ക് ഇത്രയും കയ്യിൽ ഇത്രയും ക്യാഷ് കിട്ടിയ സമയത്തും ആർക്കായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ പിറ്റേന്നും കൊണ്ടുപോയി. അപ്പൊ ഭവാനി സാർ എന്ത് ചെയ്ത്, ആ പ്രൊഡക്റ്റ് നമുക്കറിയാം റീറ്റെയിലും റീപർച്ചേസും തന്നെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ട് പറയുന്നത്. ചില ആളുകൾ ചോദിക്കും ഇത് മണി ചെയിൻ അല്ലേ, ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ, ആളെ ചേർത്താലല്ലേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ എന്നല്ലേ. നമുക്കറിയാം നമ്മുടെ ട്രൈപ്പോള് നമുക്ക് 3 ഐഡികൾ ഈ ഒരു ബിസിനസ്സിൽ അടിച്ചിരുന്നുണ്ട് അല്ലേ. ആ ഒരു മെയിൻ ഐഡിയിൽ പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെഫ്റ്റും റൈറ്റും നമ്മളെ സ്വന്തം ഐഡികൾ 2 അവിടെ ഉണ്ട്. ആ പൈസക്കാണ് ഞങ്ങള് സാറ് ഞങ്ങൾക്ക് അതേപോലെ തന്നെ റീറ്റെയിലും റീപർച്ചേസും എല്ലാ ആഴ്ചയും പ്രതിയാട്ടം നല്ലോണം വിറ്റ് കൊടുക്കും. സാർ അത് റീപർച്ചേസ് കൊണ്ട് ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഐഡിയ അടിച്ചതൊന്നും ഞാൻ നോക്കിയില്ല. എന്റെ ഐഡിയ ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു റീറ്റെയിലും റീപർച്ചേസ് വരുന്ന സമയത്താണ് എന്റെ അക്കൗണ്ടിലേക്ക് ചെറിയ ചെറിയ ഇൻകം ഉണ്ടായത്. അപ്പൊ അന്നിപ്പോ ഒന്നും ഞാൻ അത്ര ബിസിനസ്സിന് ശ്രദ്ധിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഭവാനി സാറ് ഷോപ്പിൽ വന്ന് പറഞ്ഞ് പ്രതിവട്ട ഇത് വെറും വിൽക്കലും വാങ്ങലും മാത്രമല്ല, ഇത് നമ്മൾ നടക്കുന്ന സമയത്തേ സംഭവിക്കുള്ളൂ. നമ്മൾ 4 ദിവസം കടന്നു പോയാല് ഇപ്പൊ നാളുകളിലേക്ക് ആയാലും ഇന്നേക്ക് വേണ്ട ബിസിനസ് അല്ല ഇത്. നാളുകളിൽ നമ്മൾ 4 ദിവസം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരണമെങ്കിൽ നമ്മൾ ഒരു ടീം ഉണ്ടാക്കണം എന്നാണ്. അതെങ്ങനെയാന്ന് വെച്ച് ആ ടീം വർക്കിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ബിസിനസ് കൂടി ആ ഒരു സെയിൽസ് ടേൺ ഓവർ ബോണസും കൂടി കിട്ടും എന്ന് പറഞ്ഞ സമയത്ത് അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞ എന്തിനും പോസിറ്റീവായി കാണുന്ന ആളാണ് ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ റീറ്റെയിൽ കൊടുത്ത ആളുകൾക്കൊക്കെ ഹോൾസെയിൽ റേറ്റ് കൊടുക്കണം എന്നാണ്. അപ്പൊ അത് നടക്കൂല സാറേ എന്നാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും അതിന്റെ മുകളിലുള്ള പേസ്റ്റിന്റെ മുകളിലുള്ള അതേ വിലക്കാ കൊടുക്കുക. പക്ഷെ നമ്മൾ പറയാറുണ്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ റീറ്റെയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടീം വർക്കിലേക്കാണെന്നുള്ളത് പറഞ്ഞ സമയത്ത് അപ്പൊ പറഞ്ഞ പ്രതിവട്ടം ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പ്ലാന് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാ റീറ്റെയിൽ. പക്ഷെ അത് എപ്പോഴും അല്ല. ഇന്ന് നിങ്ങൾ കൊടുത്ത ആളുകൾക്കൊക്കെ ഇനിയും നിങ്ങൾ റീറ്റെയിലിന് കൊടുക്കുകയാണെങ്കിൽ അവരെ വേറെ ആരെങ്കിലും വന്ന് ഐഡിയ അടിച്ചു പോയാൽ നിങ്ങളെ ടീമിലേക്ക് വരേണ്ട ആളുകളാണ് അവരൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നാൽ മതി. പ്രതിവട്ട സ്വന്തം പോയി പറയണ്ട, ഞാൻ പറഞ്ഞോളാം, നിങ്ങൾക്ക് പ്ലാനൊന്നും പറയാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറിന്റെ ആ ഒരു കരാറില് പ്രതിവട്ട പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ സാറിന്റെ വണ്ടീന്റെ പുറകിൽ കയറിയിരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കൂടുതൽ ദേഷ്യമായി. കാരണം ഒരു പണിക്ക് പോകുന്ന ആൾ ഇനിയിപ്പോ പണിയും കൂടി നിന്നുണ്ടെങ്കിൽ പോയില്ലേ കാര്യം എന്നുള്ളതാണ് എന്റെ ചിന്താഗതി. കാരണം സാർ ഇതിപ്പോ മീനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈമർ ആയിട്ട് ഇപ്പൊ ഇതിലേക്ക് കൊണ്ടുപോയാൽ അത് നടക്കൂല. അതെനിക്കൊരു ആ ഒരു പേടി വേറെയുണ്ട്. പണിയും ഒഴിവാക്കിയാലോ വെച്ചു. പക്ഷെ അത് സംഭവിച്ചു. അതിന്റെ 2 ദിവസം കഴിഞ്ഞ സമയത്ത് സാർ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത സമയത്ത് പ്രതിയേട്ടൻ എന്ത് ചെയ്ത് ഉള്ള കൂലിപ്പണി പോയാൽ 850 കൂലി കിട്ടും. അതും കൂടി ഒഴിവാക്കിയ സമയത്ത് ഭയങ്കര വാശിയായി. പിന്നെ എന്ത് ഭയങ്കര കച്ചറയും വീട്ടിലെത്തിയാല് അടിയും പിടിയും എന്ന് പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നങ്ങൾ തുടങ്ങി. വൈകുന്നേരം 3 മണിക്ക് പണി കഴിഞ്ഞ് വന്ന ആള് പിന്നെ പണിക്ക് പോവാതായി. പിന്നെ ഫുൾ ടൈം ആയിട്ട് ഭവനി സാറിന്റെ വണ്ടീന്റെ പുറകില് അതിൽ ടീം ഉണ്ടാക്കാൻ പോവാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ എവിടെയോ പോയി കഥ പറഞ്ഞിരിക്കാന്നുണ്ട്. 12 മണിക്കൊക്കെ വീട്ടിൽ കയറി വരാം. പക്ഷെ വീടിന്റെ കൊലായിലെ വാതില് തുറക്കൂല ഞാൻ ഒരിക്കലും.
ഒരു അരമണിക്കൂർ കൊലായിൽ പുറത്ത് നിർത്തും, അവിടെ നിൽക്കിന്നും പറഞ്ഞാണ്ട്. കാരണം അത്രയും നേരം വൈകി വരുമ്പോ നമ്മളെ ഉറക്കാണല്ലോ അവിടെ നഷ്ടപ്പെടുന്നത്. പക്ഷെ പുറത്തുനിന്നൊക്കെ കുളിച്ച് വന്ന എത്രയോ ദിവസങ്ങളുണ്ട്. ഇത്രയൊന്നും ദ്രോഹം ചിലപ്പോ ഒരു ഭാര്യയും ചെയ്തിട്ടുണ്ടാവില്ല ഒരു ഭർത്താവിന്റെ അടുത്ത്. പക്ഷെ അന്നപ്പോ ഒന്നും ഞാൻ നോക്കിയില്ല. പക്ഷെ ഇവര് ഈ ഒരു ടീം വർക്ക് നടന്ന സമയത്താണ് ടീം ചാലന്നൂർ ഭാഗത്ത് ഞങ്ങൾ ഓർഗനൈസേഷൻ മണ്ണിൽ ഒരു സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സുനിൽ സാറിനെ പൊതുവാനൊരു ഫ്രണ്ടാ. അപ്പൊ അവരെ ഓർഗനൈസേഷൻ വണ്ണിലും ഐഡിയ അടിച്ച് അവർക്കൊരു കവചപ്രാശമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരൂല എന്ന് അവർ തീർത്ത് പറഞ്ഞു. പ്രതിവേട്ടൻ ഞാൻ നല്ലോണം കവചപ്രാശം വിറ്റോളാം, പക്ഷെ നിങ്ങൾ എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരരുത്. ഇപ്പൊ പ്രതിവേട്ടൻ ഒരു 35 പ്രാവശ്യമെങ്കിലും ആ വീട്ടിൽ പോയിണ്ടാവും. നടന്നു പോവും, സൈക്കിള് പോലും ഇല്ല. പക്ഷെ മക്കള് വീട്ടിന്റെ അടുത്ത് മുറ്റത്തെത്തിയ മക്കള് പറയും പപ്പ അവിടെ ഇല്ല, പണിക്ക് പോയതാണെന്ന് പറയും. എന്നോട് പറയും, എന്റെ അടുത്ത് വന്ന് പറയും അവന്റെ വണ്ടി ആടണ്ട്, ചെരുപ്പും കൊലായിലുണ്ട്, ഓൻ എന്നെ കണ്ട് ഒളിച്ചു നിൽക്കുകയാണ് അകത്ത് എന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നാണല്ലേ ഇത്രയും തവണ ഒരാളെ വീട്ടിലൊക്കെ പോവാൻ. അങ്ങനെയാണല്ലോ എനിക്ക് ഒരാളുടെ അടുത്ത് ഇങ്ങനെ കുറേ തവണയൊന്നും പോകുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് ഒഴിവായിക്കളും. പക്ഷെ ഭവാനി സാർ പറഞ്ഞു കൊടുക്കുന്നത് ഒഴിവാക്കരുത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ അവരെ ബിസിനസ്സിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നവരെ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ പൊതുവേട്ടൻ ഒഴിവാക്കിയില്ല. അപ്പൊ പൊതുവേട്ടൻ പറഞ്ഞു ഭവാനി സാർ നിങ്ങളൊന്ന് വരുവോ, എനിക്ക് ആ പ്ലാൻ ഒന്ന് സുനിക്ക് പറഞ്ഞു കൊടുക്കണം. സുനി വന്നാ പൊളിക്കും, സുനി വന്നാ പൊളിക്കും. ഇത് തന്നെ എന്നും വന്ന് എൻ്റെ അടുത്ത് പറയാം. എനിക്കിത് കേൾക്കുമ്പോൾ ഭ്രാന്ത് കയറും. പക്ഷെ ഞാനൊന്നും ചില സമയത്ത് ഞാൻ ഒന്നും മിണ്ടൂല. നിങ്ങൾ ഇഷ്ടമുള്ള വഴിക്ക് പോയിക്കോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെന്താ ഒരു നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കളാന്ന് പറയും പോലെ ഞാൻ അങ്ങ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ആളെ. അങ്ങനെ സുനിയാടിനോട് ഈ ഭവാനി സാർ പോയി പ്ലാന് പറഞ്ഞു കൊടുത്തപ്പം സുനിയാടിന് ക്ലിക്കായി. അപ്പൊ സുനിയാട്ടൻ ചോദിക്കുക ഇതായിരുന്നു സാറേ പ്ലാന്. പ്രതിഭയുടെ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു നിൽക്കുന്നത്, എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നും വരും എന്തൊക്കെയോ ഇവിടുന്ന് പറയലുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വിളിച്ചിട്ട് നമ്മളെ കൂടെ ഒരാൾ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്ലാന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണത്. അപ്പൊ നമ്മൾ നേരെ അപ്ലൈൻ്റെ അടുത്ത് പോയിട്ട് അവർക്കുള്ള പ്ലാന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമം നടത്തുക. നേരിട്ട് പോയി പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ പ്രളയം വന്നു 2018. സ്കൂളിന്റെ വണ്ടീന്റെ ഡ്രൈവറായിരുന്നു സുനിയേട്ടൻ. ആ വണ്ടീന്റെ ഓട്ടം നിന്നു, സ്കൂൾ അടച്ചു. സുനിയേട്ടൻ ഒരുപാട് കവചപ്രാവശ്യം ഒരാൾക്ക് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾ അമ്മമാർക്കൊക്കെ. അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം മാറി, സുനിയേട്ടന്റെ മക്കൾക്ക് മാറി. പറയാ നമ്മളെ കവചപ്രാവശ്യം കഴിച്ചാൽ പിന്നെ ആ ഒരു പനിയോ ജലദോഷമോ ഒന്നും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഇവരൊക്കെ വിളിക്കാൻ തുടങ്ങി. പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് ഒന്നും ഇറങ്ങിയില്ലല്ലോ ആള്, വെറും ഡീറ്റെയിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്ന പ്രൊഡക്റ്റ് മാത്രം. അപ്പൊ കുറേ കവചപ്രാവശ്യം ഓർഡർ കിട്ടിയപ്പോ ചേട്ടൻ പറഞ്ഞു പ്രതിവട്ടം എനിക്ക് ഒരു 100 കവചപ്രാവശ്യം വേണമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കുക, നമ്മളെ വൺ സൈഡിൽ ഒരു ഐഡിയ അടിച്ച ഒരാൾ 100 കവചപ്രാവശ്യം വേണമെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓർഗനൈസേഷൻ വേണമെങ്കിൽ 1 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റും. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ 2 ഒരു ശിവശങ്കരൻ എന്ന് പറഞ്ഞ ഒരാളെ ഐഡിയ അടിച്ചു. ഏട്ടന്റെ അമ്മന്റെ അമ്മാവന്റെ മോനെ ഒരു ബന്ധുവിനെയും ഒരു സുഹൃത്തിനെയും നേരിട്ട് പരിചയപ്പെടുത്തണം. ആ രണ്ടുപേരെയും ഞങ്ങൾ നേരിട്ട് കൊണ്ടുവന്നു ഭവാനി സാറിനെ കണക്ട് ചെയ്ത് കൊടുത്തു. നമ്മളെ ശിവേട്ടന്റെ വൈഫിന് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. കഴുകളിൽ മൊത്തം ബ്രസ്റ്റിലൊക്കെ വന്ന സമയത്ത് നമ്മളെ 95 6 മാസം കഴിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് മുടിയൊക്കെ ഒരുപാട് വന്ന് നല്ല ആരോഗ്യവതിയായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മളെ ദൈവം ആയുസ്സും ആരോഗ്യം ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ 95 ഒരുപാട് റിസൾട്ടുകൾ ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ കൈകൾ കൊണ്ട് കൊടുത്തിട്ട് ഇന്ന് ജീവനോടിരിക്കുന്ന ഒരുപിടി വ്യക്തികൾ നമ്മളെ ഇവിടെ ഈ ഒരു ഞങ്ങളെ നാട്ടിലുണ്ട്. ഒക്കെ കുടുംബക്കാരായിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു 95ന്റെ വിശ്വാസത്തിൽ ശിവേട്ടൻ പറഞ്ഞു അവരും 25,000 രൂപേന്റെ പർച്ചേസ് ഓർഗനൈസേഷൻ 2 എടുത്ത് അങ്ങനെ ഞങ്ങളെ ബിസിനസ് മെല്ലെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയ സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് 500 അല്ല 1000 അല്ല ചെറിയ ചെറിയ എമൗണ്ടുകൾ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം, ഇതുവരെ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിൽ 0 ബാലൻസ് ആയ എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇൻകം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പൊ എന്നോട് പറഞ്ഞു നീയല്ലേ എന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നത്, ഞാൻ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഭവാനി സാറിന്റെ കൂടെ പോയിട്ട്. ആ ബിസിനസ്സിൽ ഒരു ടീം വർക്ക് ഉണ്ട്, ആ ടീം വർക്ക് നടക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിലേ വരും, അത് സുധാര നിന്റെ ഐഡിയ ആണ് അടിച്ചിട്ട് എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഓൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വേണ്ടില്ല, എന്റെക്ക് പൈസ വരുന്ന കാര്യമല്ലേ. അപ്പൊ ചെറിയൊരു സന്തോഷമൊക്കെ വന്നപ്പോ ഞാൻ ചോദിച്ചു ഒരുപാട് സ്വപ്നങ്ങളായിട്ടായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു സൈക്കിള് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലെത്തിയപ്പോൾ ഞാൻ എന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു മുറിയിലിട്ട് കൂട്ടി. പക്ഷെ ഭവാനി സാർ എന്നും വന്ന് പറയും ശ്രീജേച്ചിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുറിയിലിട്ട് പൂട്ടാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പ്രശ്നങ്ങളൊന്നും തീരില്ല സാറേ, എനിക്ക് സ്വപ്നങ്ങൾ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളാണ്, ചെറിയ സ്വപ്നമൊന്നുമല്ല. എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് ജനിച്ചപ്പോൾ നാൾ മുതലേ വലിയ സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ വന്നത്.
ആ സമയത്ത് സാറ് പറഞ്ഞു പ്രതിവട്ടം നല്ലൊരു ബിസിനസ്സാണ് ഏറ്റെടുത്ത് ചെയ്തത്. ശ്രീചേച്ചിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഇതെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ചെറിയ ഇൻകം വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഞാനൊരു വണ്ടി എടുത്തിട്ട് ഭർത്താവിന്റെ കൂടെ വണ്ടീന്റെ പുറകെ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഞാൻ ആ ഒരു സ്വപ്നം എന്തായാലും സഫലമാക്കട്ടെ വിചാരിച്ച് ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ എന്തായാലും വേണ്ടില്ല ശ്രീചേച്ചി ആദ്യമായിട്ടൊരു ഒരു പോസിറ്റീവ് പറഞ്ഞതല്ലേ, നമുക്കൊരു വണ്ടി എടുക്കാറുണ്ട്. എന്തായാലും അതിന്റെ ഒരു EMI 2600 രൂപയൊക്കെ EMI അടയ്ക്കാനുള്ള പൈസ എനിക്ക് മൈ ലൈഫ് സ്റ്റൈലിൽ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ അന്നപ്പോഴേക്ക് ഏകദേശം ഈ ഒരു ബിസിനസ്സിലേക്ക് പ്രതിയേട്ടൻ ക്ലിക്ക് ആവുന്ന കണ്ട സമയത്ത് തന്നെ ഞാൻ വേഗം 4 വീലറും 2 വീലറും ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രതിയേട്ടൻ അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു അന്ന് ലൈസൻസ് എടുക്കാൻ. പക്ഷെ ഞാൻ എൻ്റെ ഇളച്ചിനെയും കൂട്ടി പോയി ലൈസൻസ് ഒക്കെ എടുത്തു. പക്ഷെ പ്രതിയേട്ടൻ ലൈസൻസ് ഒന്നും എടുത്തില്ല. ഷോറൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയപ്പോൾ ഭവനി സാർ പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് മുരണ്ടിയാൽ വണ്ടി പോവും, ഇവിടെ പിടിച്ച് അമർത്തിയാൽ നിൽക്കൂ, ഇത് തന്നെയാണ് വണ്ടീന്റെ സിസ്റ്റം എന്ന് മാത്രമേ പറഞ്ഞിടത്തുള്ളൂ. അറിയൂല, വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. ഇപ്പൊ സാറും പുറകിൽ ഇരുന്ന് വണ്ടി പഠിപ്പിച്ചു. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി സാറ് പോയ സമയത്ത് ഉദയേട്ടൻ വേറൊരാളെയും പുറകിൽ വെച്ച് ആ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ വണ്ടി എടുത്തിട്ട്. 8 മാസം ആ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാനിപ്പോ ഇതിലേക്ക് പോസിറ്റീവ് ആവാൻ ദൈവം ഓരോരോ വഴികൾ, എന്താ പറയാ, എന്റെ ഹസ്ബൻഡിനെ ആക്സിഡന്റിന്റെ രൂപത്തിൽ തന്നെ കാണിച്ചു തന്നെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത്രയേ ഉള്ളൂ. അപ്പൊ എന്നോട് സാർ വന്നപ്പോഴേക്കും ഓടി വന്ന് ആദ്യമായിട്ട് കിട്ടിയ ഒരാള് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് മുന്നിൽ കൊണ്ട് നടന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വീണു പോയാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ സാറിനും ഭയങ്കര സങ്കടമായി. അപ്പൊ ഹൃദയേട്ടൻ ചിരിച്ചുകൊണ്ട് പറയാം, അതൊക്കെ നല്ലതിനാണ് സാറേ, അതൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലാവുന്നുണ്ട്. പതിയേട്ടൻ അറിയാം ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നുണ്ട്, എന്തായാലും ഇവിടെ ഇറങ്ങുന്നുള്ളു, ഞാൻ ഇറങ്ങുന്നുള്ളു. അപ്പൊ നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ മതി. അവന് സാർ നേരെ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ് നല്ലൊരു ടീമിനെ പ്രതിഭായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ശ്രീജേച്ചി ഈ ഒരു ടീമിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ടീം നഷ്ടപ്പെട്ടു പോകും. ഇനി നിങ്ങൾക്ക് വെറുതെ ഇരുന്നാലും വരുമാനം വരുന്ന ലെവലിലേക്ക് ടീം സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാം പ്രതിവട്ടം കിടന്നാലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും നമ്മളെ മുകളിലുള്ള എല്ലാ ലീഡേഴ്സും ഉണ്ട്. ശ്രീജേച്ചിനെ പറ്റി ഒന്ന് പഠിക്കണം, അത് നിർബന്ധമാന്ന് പറഞ്ഞ് എന്നെ എന്തായാലും എനിക്ക് ചെറിയൊരു പോസിറ്റീവ് ഒക്കെ വരാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ എല്ലാ ആഴ്ചയും പ്രതിയേട്ടൻ കടന്ന ആഴ്ച മുതൽ ഞങ്ങൾ TC റാങ്കിലാണ് ആക്സിഡന്റ് പറ്റി കിടന്നെങ്കിൽ പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് നളന്ദ വേദിയിൽ കയറുന്നത് DTC റാങ്കിലാണ്. 7.5 ലക്ഷം ലെഫ്റ്റും റൈറ്റും ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ട് ഞങ്ങളെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു കോള്, ചിലപ്പോൾ എനിക്കൊരു കോള് പോലും ചെയ്യാൻ പറ്റാറില്ല എൻ്റെ ടീമിനെ. ആ സമയത്ത് പോലും ഞങ്ങളെ നോക്കി നിൽക്കാതെ ടീം ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങി. ഞങ്ങളെ അക്കൗണ്ടിലേക്ക് എല്ലാ ആഴ്ചയും വരുമാനം വരാൻ തുടങ്ങി. 15,000 വരെ വന്നപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയ എമൗണ്ട് ഒക്കെ ഞാൻ കാണുന്നത് തന്നെ. ദൈവം സഹായിച്ച് അന്നൊരു ചെറിയൊരു ടീം ആ ഹസ്ബൻഡ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയോണ്ട് ഭവാനി സാറിനെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ ഞാൻ കാണുന്നത്. സുധാകരേട്ടൻ അതിലപ്പുറം ഞങ്ങൾക്ക് ഈ ഒരു അവസരം കൊണ്ടു തന്നത്. ശരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെ ദൈവം നേരിട്ട് വന്ന് നമ്മളോട് ഇന്ന ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചു കൊണ്ടുവരില്ല. ഓരോരുത്തരുടെ രൂപത്തിലാണ് നമ്മളെ അടുത്തേക്ക് വരിക. പക്ഷെ ഭവാനി സാറും സുധാകരേട്ടന്റെ രൂപത്തിൽ ഞങ്ങളുടെ അടുത്ത് വന്നു. പക്ഷെ ആ ഒരു അവസരം ഏട്ടൻ ഏറ്റെടുത്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഞാനത് എന്നോട് പറഞ്ഞ് സാറേ നിങ്ങൾ ഇനി ഷോപ്പ് അടയ്ക്കണം, ഷോപ്പ് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഷോപ്പ് പൂട്ടി. ഫുൾ ടൈം കരിയറായി. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഈ ഒരു ബിസിനസ്സിന് ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. ഞാൻ 1.5 വർഷം എൻ്റെ ഹസ്ബൻഡിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ 1.5 വർഷം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് CTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ഉണ്ടാവുക. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്നാലും വലിയ അത് നിർത്തിപ്പോവാനുള്ള എത്രയോ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ സാറ് പറയും ഒരു വ്യക്തി പരാജയപ്പെടുന്നത് വിജയത്തിന്റെ തലേദിവസമാണ്. കാരണം ഇന്ന് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ നാളെയായിരിക്കും നമുക്ക് ദൈവം വിജയിക്കാനുള്ള ഒരു സമയം തരുന്നുണ്ടാവുക. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സമയമല്ലേ. ആ ഒരു ഓരോരോ വാക്കുകളിലും ഓരോരോ മോട്ടിവേഷൻ വാക്കുകളിലും ഞങ്ങൾ അവിടെ നിന്ന് പിടിച്ചു നിന്നോളണേ തന്നെ പറയും. പക്ഷെ പിടിച്ചു നിന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ക്യൂ തന്നെയാണ്. ക്യൂല് നിൽക്കുമ്പോൾ ഉന്തും തിക്കും തള്ളും എല്ലാം ഉണ്ടാവും അല്ലെ. നമ്മളൊരു ക്യൂല് പോയി നിന്ന് നോക്കേണ്ടി. പക്ഷെ അതൊന്നും എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ക്യൂ എന്തായാലും അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അപ്പഴും ആ ഭാഗത്ത് പോയി നിൽക്കാൻ, ഞാൻ ഇവിടെയായിരുന്നു നിന്നതെന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കാൻ ശ്രമിച്ചാൽ പോലും ഒരാളും ആ ക്യൂല് നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉന്തും തിക്കും തള്ളും എല്ലാം സഹിച്ച് ചിലപ്പം ലീഡർമാരുടെ ഭാഗത്ത് നമുക്ക് ചീത്ത കേൾക്കേണ്ടി വരും. ചീത്ത ചില നമ്മൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ, നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, നമ്മളെ രക്ഷപ്പെടുത്താനാണ് അവർ വരുന്നുണ്ടാവുക.
പക്ഷെ നമ്മളത് വിളിച്ചാൽ ഫോൺ എടുക്കൂല, മീറ്റിങ്ങിന് വിളിച്ചാൽ പറഞ്ഞാൽ വരൂല എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഒരാളെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് സാർ എപ്പോഴും പറയാറ്. പക്ഷെ ഭവൻ പ്രതിയേട്ടൻ അതിനൊക്കെ നിന്ന് കൊടുത്ത് ആ ഒരു രൂപം ഞാൻ പറഞ്ഞ നമുക്ക് താടിയും മുടിയൊക്കെ നീട്ടി ആ ഒരു ഡ്രസ് കോഡിലേക്കും ബാർബർ ഷോപ്പ് കൊണ്ടുവച്ച് ആ താടി മുടിയൊക്കെ വടിച്ച് നല്ലൊരു രൂപം, ഒരു ശിലയെ, ഒന്നിനും പറ്റാത്തൊരു ശിലയെ ഒരു ശില്പമാക്കി മാറ്റുമ്പോൾ കുറേ വേദനകളില്ലേ, വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കുത്തി മാറ്റി നല്ലൊരു രൂപമാക്കി എടുക്കുമ്പോൾ ആ ഒരു ശില സഹിക്കുന്ന വേദന ഉണ്ടല്ലോ, അത് ഒരുപടി അത് ആ മാറ്റത്തിന് തയ്യാറായി എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തൊരു കാര്യം. ഇപ്പൊ അദ്ദേഹം നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ സുബീർ സാർ എപ്പോഴും പറയലുണ്ട്, മാറ്റത്തിനനുസരിച്ച് മാറാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ മാറ്റം നിങ്ങളെ മാറ്റിക്കളയുന്നു. സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. പക്ഷെ മാറ്റത്തിനനുസരിച്ച് അവിടെ നിന്ന് കൊടുത്ത് ഞങ്ങൾ മാറാൻ തയ്യാറായി, ഡ്രസ് കോഡിലേക്ക് മാറി. ഒരുപാട് കളിയാക്കലുകൾ. ആദ്യമായിട്ട് പാന്റ് എടുത്തത് മൈലേജ് സ്റ്റൈൽ വന്നേരാം. ഞങ്ങൾക്കൊരു ടാർഗറ്റ് വെച്ചിരുന്നു 10,000 രൂപേന്റെ. ഇപ്പൊ അദ്ദേഹത്തിന് ആ ജീവിതത്തിൽ പാന്റ് എടുത്തില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. ആ ഒരു പാന്റ് എടുത്ത സമയത്ത് ഒരുപാട് കളിയാക്കലുകള്, എന്താ പറയാ, ആദ്യമായിട്ട് ഒരു പാന്റ് എടുത്ത ആളുകളെ കളികളൊക്കെ നമ്മൾ കാണാറില്ല. ഞാൻ സീരിയലൊക്കെ കണ്ടുള്ളൂ ആ കളിയൊക്കെ കളിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പാന്റ് എടുത്തു വേണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അവിടുന്ന് ആളുകളൊക്കെ കളിയാക്കി ചിരിക്കുന്നത് ഞാനാണല്ലോ അതൊക്കെ ഷോപ്പിൽ നിങ്ങൾ കാണുക. അപ്പൊ എന്നോട് നാട്ടുകാരെ വായ മൂടാൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവില്ല, ഈ പറയുന്ന ഒന്നും ഞാൻ കേൾക്കൂല, ഞാൻ ഭവനേശ് സാർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പിറ്റേന്ന് ഇൻസൈഡ് ചെയ്ത് തരാൻ തുടങ്ങി. പക്ഷെ 3-4 ദിവസമൊക്കെ പറഞ്ഞ് പിന്നെ ആളുകൾ അത് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ അതൊക്കെ കേട്ടുമ്പോൾ ഇത് അതേപോലെ ഓല് പറയും പോലെ നിന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. അപ്പൊ ഇതാണ് എന്റെ ഹിസ്റ്റോറി. ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഈ പോസിറ്റീവ് ആയ സമയം മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ പിന്നെ ഞാൻ നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാറ് പറഞ്ഞു, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ വിജയിച്ചത് എങ്ങനെയാണോ അത് മാത്രം ഞാൻ ചെയ്തു. സാറിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ, ശ്രീജേച്ചി എന്തായാലും പ്രതിവേട്ടൻ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 5 ലക്ഷം മുടക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കടം വന്നിട്ടുണ്ടാവും. ആ 5 ലക്ഷം നിങ്ങൾ വീടിന് വെച്ച പൈസ ആണെങ്കിൽ ഇതിൽ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കണ്ട. എന്തായാലും പക്ക കച്ചവടമാണ്. പ്രതിവേട്ടം നല്ലോണം പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട്. ഇതുവരെ സുധാരേട്ടൻ വാങ്ങിക്കൊടുത്ത പ്രൊഡക്റ്റിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്തത്. കാരണം 1 ലക്ഷം വരെ ഞങ്ങൾ റീറ്റെയിലും റീപർച്ചേസും ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു റൂബി റാങ്ക് വരെ ആയത്. അതിനുശേഷമാണ് ടീമിനെ പറ്റി ചിന്തിച്ച് കേട്ടോ. ഇപ്പൊ എല്ലാവരും കടന്നു വരുന്ന ആളുകൾ പറയും, ബ്രോൺസ് ആകുമ്പോഴേ പറയും എനിക്ക് ടീമില്ലയോ ടീമില്ലയോ എന്ന് പറഞ്ഞ് പറയുന്ന എത്രയോ ലീഡേഴ്സ് എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്റെ അസോസിയേറ്റ്. ഞാൻ പറയും, ഞങ്ങളെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, റൂബി റാങ്കിലെത്തി നല്ലോണം റീറ്റെയിലും റീപർച്ചേസും ചെയ്ത സമയത്താണ് സാറ് പറയുന്ന ടീം ഉണ്ടാക്കണം. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ടീമിനെ പറ്റി ചിന്തിച്ചത്. പിന്നെ അങ്ങ് ടീം നല്ല ലെവലായിട്ട് പോയിട്ടോ. അപ്പൊ നിങ്ങളൊരു 55,000 രൂപേന്റെ സ്റ്റോക്ക് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഈശ്വര, അത് എവിടുന്ന 55,000 കിട്ടാൻ, ഇനി എവിടുന്ന് കിട്ടാനില്ല, അത്രയും കടണ്ട്, 10-13 ലക്ഷം കടണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ സ്റ്റോക്ക് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയി കാണൂല, എന്തായാലും നമ്മളെ കച്ചവടമാണ്. അപ്പൊ ഞാനൊരു കുടുംബശ്രീന്ന് 55,000 രൂപ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ഇന്ന് ആ 55,000 തുടങ്ങിയ കച്ചവടമാണ് 6.25 കോടിയുടെ ബിസിനസ്. കാരണം ആ ടീം വർക്ക് കൂടി സംഭവിച്ചതാട്ടോ. ഇന്ന് എനിക്ക് 6.25 കോടി ബിസിനസ് എനിക്ക് അത് ടേൺ ഓവർ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഞങ്ങൾക്ക്, എന്റെ ഹസ്ബൻഡും ഞാനും കൂടി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ടീം ഫാസ്റ്റ് ആയിട്ട് പോയത്. എന്തായാലും സ്റ്റോക്ക് എടുത്ത് ആ ആഴ്ച തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഭാഗം വൺ സൈഡ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം 50,000ന്റെ ഒരു 6,000 രൂപ, ഒരു 5,000 രൂപേന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇൻകം തന്നെ വന്നു. ഞങ്ങൾ തുണി ഇറക്കി വെച്ചിട്ട് ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇൻകായിട്ടൊന്നും കിട്ടിയില്ല. അത് വിറ്റ് കഴിഞ്ഞ സമയത്തുള്ള ഒരു കുറച്ച് ചെറിയൊരു പ്രോഫിറ്റ് എന്നല്ലാതെ പിന്നെ ബാക്കി സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അവിടെ കിടന്നു. സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഒന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് കൂടി ഒരു പ്രൊഡക്റ്റ് പോലും നിങ്ങൾക്ക് എടുത്ത് കളയേണ്ടി വരില്ല. നിങ്ങൾക്ക് പോവാത്ത എന്ത് പ്രൊഡക്റ്റ് ആണ് അത് ഇങ്ങോട്ട് തന്നേച്ചാൽ മതി, ഞാൻ അങ്ങ് മാറ്റിയെടുത്ത് തരാമെന്ന്. അപ്പൊ എനിക്ക് തോന്നി, ആ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. അല്ലാതെ നമുക്ക് അത് ആ പ്രൊഡക്റ്റ് വേണ്ടാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയേണ്ടി വരിക എന്ന് പറയുന്നത് സങ്കടമല്ലേ. അങ്ങനെ ആ ഒരു കരാറിൽ നിന്നു. അങ്ങനെ നല്ലോണം പ്രൊഡക്റ്റ് എടുത്ത് പിന്നെ നല്ലോണം റീറ്റെയിൽ ചെയ്ത് റീപർച്ചേസ് ചെയ്ത് റിക്രൂട്ട്മെന്റിലേക്ക് പോയ സമയത്ത് ടീം വർക്ക് വന്ന് ഇന്ന് നല്ലൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ പോലും അറിയാതെ എന്നെക്കാട്ടിലും കഴിവുള്ള ആളുകൾ, ഞാൻ എപ്പോഴും സാറിനോട് പറയും, സാറേ ഈ ഒരു ബിസിനസ് വന്നിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ വരും അല്ലെ, അവരോടൊക്കെ സംസാരിക്കണമെങ്കിൽ എനിക്ക് അതിന്റെ കഴിവ് വേണം, എനിക്ക് ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല. അന്നോ സാറ് പറഞ്ഞു, ഈ നമ്മളെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാ, അല്ലാണ്ട് ജനിക്കുമ്പോഴേ ഉണ്ടായി വരുന്നതല്ലല്ലോ. അപ്പൊ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും നിരന്തരം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സംഭവിക്കും.
സംസാരിക്കാൻ പറ്റും. സാറാച്ച കൊളോളാന്ന് പറഞ്ഞ് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കത് സാധിക്കുന്നില്ലല്ലോ. പക്ഷെ അത് ഒരിക്കലും ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, എല്ലാ ട്രെയിനിങ്ങുകളും അതും ഭയങ്കര സങ്കടം. കാരണം ഓരോരോ GTS പോകണമെങ്കിൽ 30 കൊടുക്കണം, വൺ ഡേക്ക് പോകണമെങ്കിൽ 150 കൊടുക്കണം, ചൂടെ RTPക്ക് പോകണമെങ്കിൽ 2500 രൂപ രണ്ടാൾക്കും കൊടുക്കണം. 5000 രൂപയാണ് ഒരു RTPക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കാറുള്ളത്. എന്തായാലും ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തേങ്ങ വിറ്റിട്ടും മടക്ക വിറ്റിട്ടും ഒക്കെ കുറേ കടം വാങ്ങിയിട്ടൊക്കെ പോയി. പക്ഷെ അതൊക്കെ ഒരു 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് സാറ് പറയാറുണ്ടായിരുന്നു. ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നിങ്ങളെ ബിസിനസ് വരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഞായറാഴ്ച പോലും 30,000 BV കയറിയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഇത് എവിടുന്നാ ദൈവമേ ഇത്രയും വലിയ BV ഒക്കെ കയറി നോക്കുമ്പോ എന്നെക്കാട്ടിലും കഴിവുള്ള ഒരു പിറവിൽ നടന്ന ലേഡിന്റെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് കേട്ടോ. 10-25 വയസ്സുള്ള മക്കളൊക്കെ വന്ന സമയത്ത് അവർ ഇന്ത്യ ഷോപ്പിൽ കൂടി ഞായറാഴ്ച പോലും ബിസിനസ് വോളിയം കയറ്റുന്ന ലെവലിലേക്ക് ഞാൻ പോലും അറിയാതെ എന്റെ BV അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഞാൻ ഡാഷ്ബോർഡ് തുറന്നു നോക്കുമ്പോൾ ഞാൻ എവിടുന്നാ കയറുന്നതെന്ന് പോലും അറിയാത്ത ലെവലിലേക്ക്, അതാണ് ഓട്ടോ പൈലറ്റ് കാരണം. ആ ഒരു ലെവലിൽ കഴിയുമ്പോൾ നമുക്കത് വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബ്രോൺസ് ആയാലും സിൽവർ ആയാലും സ്റ്റാർ ആയാലും റൂബി ആയാലും കോർഡിനേറ്റർ ആയാലും ഒരു TC റാങ്ക് വരെ നമ്മൾ ചെയ്യേണ്ടത് ലേൺ ദ ബിസിനസ്. ആ ബിസിനസിനെ പറ്റി എവിടുന്നാണോ കിട്ടുന്നത് ആ അറിവുകളൊക്കെ നമ്മൾ നേടിയെടുക്കുക. നമ്മൾ പഠിച്ചാൽ മാത്രമേ നാളുകളിൽ നമ്മളെ ടീമിനെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അത് വർക്ക്ഷോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ ഒരു 10-15 ആളെ വെച്ചിട്ട്, നിങ്ങളെ ലീഡറുണ്ട്, സുബ്രഹ്മണ്യൻ സാറുണ്ട്, സാർ അത് നേതൃത്വം തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ DTC ആരാണെന്ന് വെച്ചാൽ ആ DTCന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ട്, ഒരു പ്ലാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പും ടെക്നിക്കൽ വർക്ക്ഷോപ്പും വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു TC റാങ്ക് വരെ, അതിനുശേഷം ഒരു ATC DTC ZTC STC റാങ്ക് വരെ നിങ്ങൾ ബിൽഡ് ടീമാ, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാം. ആ പണിയാണ് നമ്മൾ ആ ഒരു റാങ്കിൽ എടുക്കേണ്ടി. അപ്പൊ ചിലപ്പോൾ വരുമാനമൊക്കെ കുറയും. ഇപ്പൊ ചില ആഴ്ചകളിൽ 500 കിട്ടുന്ന ആഴ്ചയുണ്ടാവുള്ളൂ, ചില ആഴ്ചകൾ 1000 കിട്ടുന്ന ആഴ്ചയുണ്ടാവുള്ളൂ. പക്ഷെ റാങ്ക് ഒക്കെ വലുതായിരിക്കും, പക്ഷെ നമ്മളെ ഇൻകം താഴെയായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാ. ആ ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഫാമിലിയിൽ നമ്മളാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ, എന്താ പറയാ, ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളാണെങ്കിൽ നമുക്ക് റീറ്റെയിൽ ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻകം അവിടെ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു RTC NTC ലെവലിൽ എത്തുമ്പോൾ മെയിൻറ്റെയിൻ ദ ടീമാണ്. നമ്മൾ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് പറയുന്നത്. കാരണം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞത് നിലനിർത്തി കൊണ്ടുപോകുക. ഒരുപാട് ടീമിനെ ചിലപ്പോൾ നമ്മൾ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചെതറി കിടക്കുന്നുണ്ടാവും കുറെ ടീം. പക്ഷെ അവരൊക്കെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ലീഡർ നമുക്കൊരു ടാർഗറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും, അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് 2.5 ലക്ഷം ടാർഗറ്റ് ആണ് ആഴ്ചയെ തരാറ്. ഞാൻ ഒരു അമ്മോ 2.5 ലക്ഷം ഒക്കെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞാൻ നെഗറ്റീവ് അടിച്ചിരിക്കുകയല്ല ചെയ്യാം. കാരണം ഞാൻ സാറെപ്പോഴും പറയും, ഉറുമ്പിന് ലഡു ഇഷ്ടമാണ്, ലഡു ഒന്നിച്ച് ഉറുമ്പിന്റെ തലയിൽ വെച്ചെടുത്തോണ്ട് ഉറുമ്പ് ചത്തു. പക്ഷെ അത് പൊടിച്ച് പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലോണം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ടാർഗറ്റ് നമ്മളെ താഴേക്ക് വരുന്ന ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഒരു ബ്രോൺസിനൊക്കെ ഒരു 5000 ലെഫ്റ്റും റൈറ്റും മാച്ച് ആയാൽ മാത്രമേ ഒരു 500 രൂപ അവർക്ക് വരുമാനം വരുള്ളൂ. ആ ലെവലിലേക്ക് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ലെവലിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ നമുക്കിപ്പം എന്റെ കൂടെ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു DTC വിചാരിക്കാം, എന്റെ കൂടെ ZTC അല്ല ATCയും TCയും സ്റ്റാറും റൂബിയും ഒക്കെ ഉണ്ട് വിചാരിച്ച് നമ്മൾ അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും നോക്കി നിൽക്കാൻ പാടില്ല. നമ്മളെ എനിക്കൊരു STC ഉണ്ട്. ഞാൻ എന്റെ STCനെ 2 ഭാഗത്തുള്ള STCകൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി നിൽക്കല. അവരെ കെയർ ഓഫ് കൂടി വരുന്ന നല്ല കപ്പാസിറ്റി ഉള്ള സ്റ്റാറും റൂബിയും ഒക്കെ താഴെ ബോട്ടം ലെവലിൽ ഇരിക്കുന്നുണ്ടാവും. അവരെ കോണ്ടാക്ട് പോലും നമ്മളെ കയ്യിൽ, ആ ഒരു ഉള്ളം കയ്യിൽ അവരെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. നാളെ നിങ്ങളെ കൂടെ നിന്ന് നിൽക്കുന്ന ആളുകളൊന്നും നാളെ നിങ്ങളെ കൂടെ ഉണ്ടാവുന്ന ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എന്നോട് എപ്പോഴും എന്റെ ഭവനി സാറ് പറയാറുണ്ടായിരുന്നു, ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ITC ആകുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഞാൻ പറയും എന്തൊരു ദുഷ്ടൻ അയാള്. കാരണം STC റാങ്കിൽ ഞാൻ അയാളെ കൂടെ നിന്ന് ഒരു സ്റ്റേജ് കയറിയിട്ടുണ്ട്, RTCയിലും ഒരു സ്റ്റേജ് കയറിയിട്ടുണ്ട്. NTC ആയപ്പോഴാണ് സാറ് വേഗം ആയിപ്പോയി, ഒരാഴ്ച മുന്നേ CTCയിലേക്ക് പോയി. ആ ഒരു സ്റ്റേജിൽ എനിക്ക് NTCയിൽ സാറിന്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ. ഇത്രയും ഞാൻ കട്ടയ്ക്ക് നിന്നിട്ട് പോലും ഇയാൾ എന്നോട് ഇങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷെ അതിന്റെ പൊരുള് പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം എന്നെ നോക്കി നിന്നിട്ടല്ല സാറ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ STCനെയും അല്ലെങ്കിൽ ഞാൻ എന്റെ DTCനെയും ZTCനെയും നോക്കി നിന്നിട്ടില്ല ഞാൻ മുന്നോട്ട് പോകണം. അവരെ കൂടെ വരുന്ന ആളുകളെ കെയർ ഓഫിൽ ഇന്നലെ കയറി വന്ന ആളുകളെ പോലും എന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലുണ്ട്. കാരണം അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. നാളെ എന്റെ STC ഇട്ടേച്ച് പോയാലും
ആ STCന്റെ കെയർ ഓഫിൽ വന്ന ടീമും ഞാനുമായിട്ട് നല്ലൊരു ആത്മബന്ധം വേണമെന്നുള്ള കാര്യം നമ്മളെ ടീം പഠിപ്പിച്ചു, നല്ല ലീഡർ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഒരു സെറ്റ്, രണ്ട് സെറ്റീസിയും ഒരു ATCയും ഒരു TCയും കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും എന്റെ ഇൻകം സൈഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പോലും നിർത്തിപ്പോയി. എനിക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് അവരെ കെയർ ഓഫിൽ വന്ന ആളുകളാണ്. ഇപ്പൊ മാലതി മാഡം, സമീറ മാഡം, അവരൊക്കെ RTCയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. STC ടച്ച് ചെയ്ത ആളുകളുണ്ട്. ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ എന്റെ കൂടെ വന്ന ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ സമയത്തും ഒന്നും സംഭവിച്ചില്ല. അതാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഒരാളെ മാത്രം നമ്മൾ നോക്കിക്കരുത്, അവരെ കെയർ ഓഫിൽ വരുന്ന ആളുകളെയും കൂടി നമ്മൾ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരു CTC ITC ലെവലിലെത്തുമ്പോഴേക്കും നമ്മൾ അസറ്റ് ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് മാറും. ഇപ്പൊ ബെല്ലി സാറൊക്കെ നമുക്കറിയാം അല്ലെ, അസറ്റ് ബിൽഡ് ചെയ്ത് നല്ലൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഉണ്ടാക്കി നല്ല ലെവലിൽ ജീവിക്കാൻ പോകും. പിന്നെ ഒരു WTC ലെവലിലേക്ക് എത്തുമ്പോൾ ഹാപ്പി ഫാമിലി ആയി മാറും. അതിന് കുറച്ച് സമയം, ഒരു ക്ഷമയോടുകൂടി ഒരു NTC ഒക്കെ ആയാലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇപ്പോഴും ചിലർ ചോദിക്കും ഇത്ര കാലേ ബിസിനസ് ചെയ്ത് എന്നിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ചിലപ്പോ ചില ആളുകൾ STCനോട് ചോദിക്കുന്നേക്കാം. അതൊക്കെ ശുദ്ധ മണ്ടത്തര. ഇന്നേക്ക് വേണ്ടിയിട്ടല്ല, നാളുകളിലേക്ക് നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടീം ബിൽഡ് ചെയ്യുന്നത്. അത് ചിന്തിച്ചാൽ അന്നപ്പോ നമുക്കൊരു നെഗറ്റീവ് വരും. അതുകൊണ്ട് തന്നെ നാളെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർക്കുക. എന്തായാലും കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരുപാട് ഇപ്പൊ 46 വയസ്സായി ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് വരെ ഫ്ലൈറ്റിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ദൈവം സഹായിച്ച് കഴിഞ്ഞ NTC പോലെ ലീഡേഴ്സ് മീറ്റ് നമ്മളെ പ്രവീൺ സാറ് വിളിച്ച സമയത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു ഫ്ലൈറ്റ് യാത്രയൊക്കെ നടത്തി. അതൊക്കെ മൈൽ ലിസ്റ്റിൽ വന്നുകൊണ്ടുണ്ടായ ഗുണാട്ടോ. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കണ്ടില്ല. വെറുതെ ഒന്ന് ഭാവനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ കാണില്ല ഒന്ന് ഫ്ലൈറ്റിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാന്ന്, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാകാത്ത ഒരു കാര്യമായിരുന്നു. കാരണം എനിക്ക് എന്റെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആങ്ങളമാരോ ഒന്നും ഗൾഫിലില്ല. അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണല്ലോ നമ്മള് വിമാനത്താവളത്തിലൊക്കെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പോകുമ്പോൾ അടുത്തുനിന്ന് പോലും ഒന്ന് കാണുന്ന ലെവലിലേക്കൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം സഹായിച്ചെന്ന് അതൊക്കെ സംഭവിച്ചു. എന്തായാലും പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്താ വെച്ചാല്, ഇവിടെ നളന്ദ സ്റ്റേജിൽ TCകൾ കയറിക്കുമ്പോഴാണ് കമ്പനിയിൽ ഡയമണ്ടുകൾ കയറിക്കുന്നത്. 32 ഡയമണ്ടുകളായിട്ട് ഞാൻ അവിടെ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. NTCകളൊക്കെ വെറും പുറകിലൊരു ഡിസ്ട്രിബ്യൂട്ടർ ഇരിക്കും പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മളെ കമ്പനി പോകുന്നത്. ഇന്നിപ്പം 12 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്. അവിടെ 1300 NTC എബോ ലീഡേഴ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രവീൺ സാറ് പറഞ്ഞൊരു കാര്യം, 2030 ആകുമ്പോഴേക്കും അത് 15,000 NTC എബോ ലീഡേഴ്സ് ആവാൻ പോവാന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയൊന്നും നിന്നാ പോരാ, പെട്ടെന്ന് തന്നെ നമ്മളെ പ്രസ്റ്റീജ് റാങ്കായ NTCയിലേക്ക് നിങ്ങൾ കയറി വരാനുള്ള ശ്രമം നടത്തണം. അത് നമുക്ക് സാധിക്കും. നല്ല ടീം വർക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന്. ഞാനൊക്കെ എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ശ്രീജേച്ചി ഭവനി സാറിന് സുരാജ് മാഷും ബാലു സാറും ഞാനുമാണ് RTC ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ രണ്ടാളെയും ഒക്കെ നിർത്തിയും കണ്ട് ഞാൻ പെട്ടെന്ന് NTC ചെയ്ത് വെറും ലേഡീസിനെ വെച്ചിട്ടാ. നിങ്ങൾ എന്ത് ചെയ്യാ ശ്രീജേച്ചി അവിടെ ലേഡീസിനെയും കൊണ്ടുവന്നാ ചോദിച്ചേ. പക്ഷെ ലേഡീസിന് എന്താ പറയാ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സ്ഥിരത. അവര് എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടച്ച് പോകില്ല, അത് നേടിയിട്ടേ അടങ്ങുള്ളൂ. അങ്ങനെയുള്ള ഒരു വാശിയുള്ള ലേഡീസാണ് നമ്മളെ ലേഡീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ നടക്കും, പക്ഷെ വിചാരിക്കണം. അതാണ് ഇപ്പൊ അനീസാറ് പറയലുണ്ട്, എന്താ പറയാ, നനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, ஆனால் ഉയിര് പോയാലും നനയ്ക്ക മാട്ടേന്ന്. നനയ്ക്കാതിരുന്നാൽ നമുക്കൊന്നും നടക്കൂല. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ അത് നടക്കൂ. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുക. ഇനി 2030 ആകുമ്പോഴേക്ക് 1000 പ്രൊഡക്റ്റുകൾ വരാൻ പോവാണ്. അപ്പൊ നമ്മൾ സപ്ലൈകോയിൽ പോയി എടുക്കുന്ന പോലെ എടുത്തു പോകുന്നത്. ഇന്നിപ്പോ നമ്മൾ റൗണ്ടാക്കി കുഴഞ്ഞാൽ 500, 1000, 1500, 5000 ഒക്കെ 10,000 ഒക്കെ റൗണ്ടാക്കാം. ഇനി റൗണ്ടാക്കേണ്ട പരിപാടി ഒന്നും വരില്ല ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക്. പക്ഷെ അന്നപ്പോഴേക്ക് ഞാൻ മൈലേജ് സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള അവസരം നിങ്ങൾ ആർക്കും ഉണ്ടാക്കരുത്. ഞാൻ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള കാര്യം മാത്രം ചിന്തിക്കുക. ഇപ്പൊ നമുക്ക് G35ഉം G75 ആണുള്ളത്. ഇനി G10ഉം G1ഉം വരാൻ പോവാ. G1 എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മളെ പെട്രോൾ പമ്പും ഒക്കെ ആയിട്ട് ടൈപ്പ് ആവാൻ പോവാ, HP ആയിട്ട് ടൈപ്പ് ആവാൻ പോവാ. നിങ്ങൾ ഇന്ന് ആരും ഒരു പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, പരിചയപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ പേരും അഡ്രസ്സും വാങ്ങിയിട്ട് നിങ്ങൾ ID രണ്ടറിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്രോൾ പമ്പ് പോയി അവര് നിങ്ങളെ പേരിൽ പിന്നെ പേരും അഡ്രസ്സും കൊടുത്ത് ID അല്ല പെട്രോൾ അടിക്കുമ്പോൾ നമ്മളെ BV കയറി ഇൻകം വരുന്ന ലെവലിലേക്ക് മാറാൻ പോകും. ഒരുപാട് വിഷനും മിഷനും ആയിട്ടാണ് നമ്മളെ പ്രവീൺ സാറ് മുന്നോട്ട് പോകുന്നത്. സാറിന്റെ കൂടെ അവിടെ നിന്ന് കൊടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. സമൂഹത്തിൽ നെഗറ്റീവ് ആക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവരൊന്നും നമ്മൾ നോക്കി നിൽക്കണം. നമ്മൾ നമ്മളെ ലീഡേഴ്സിനെ വിശ്വസിച്ച് പോവുക, കമ്പനീനെ വിശ്വസിക്കുക. കമ്പനി മാനേജ്മെന്റ്
അത്രയും ഞാൻ ബോംബെ പോയ സമയത്താണ് എനിക്ക് അതൊക്കെ മനസ്സിലായത്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം പുറത്തെവിടെയോ ആണ് പോലെ സാറ് NTC എബോ വെക്കാൻ പോകുന്നത്. അപ്പോഴേക്ക് ഞാനും ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക. ആ ഒരു എനർജി എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഫലം കായ്ക്കുന്ന വൃക്ഷം തലകുനിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്നും അഹങ്കാരം ഒന്നും നമ്മളെ ഉള്ളിലേക്ക് കടന്നു വരാതെ എന്നും നല്ലൊരു ആറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ട് പോവുക. ടീമിനെ കൂട്ടിപ്പിടിക്കുക. ഒന്നും വേണ്ട, റെസ്പോൺസിബിലിറ്റി അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. നിങ്ങളെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് നോക്ക്. അത് നിങ്ങളെ ലീഡറുടെ ടീമല്ല. എന്റെ ലീഡർക്ക് ഇപ്പൊ ചിലപ്പോ രണ്ട് ഭാഗം ഉണ്ടെങ്കിലേ ലീഡർ ടീം ആവുള്ളൂ അല്ലെ. എന്റെ ലെഫ്റ്റും റൈറ്റും എന്റെ മക്കളാ. അല്ല, ബെന്നി സാർ എപ്പോഴും പറയാറുണ്ട്, പവറാന്ന് വിചാരിച്ച് ആ ഭാഗത്തേക്ക് പോവാതിരിക്കരുത്. ഇളയ കുട്ടിയെ ഒക്കെ എടുക്കുമ്പോ മൂത്ത കുട്ടിയെ കൈപിടിക്കുക മറക്കരുത് എന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. ഉദാഹരണം എന്താ, പവറുള്ള എനിക്ക് കൊടും പവറാണ്, അത് എന്റെ ലീഡർ നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവാതിരുന്നാൽ നാളുകളിലേക്ക് ഈ വീക്ക് സൈഡിൽ ഒരാൾ വന്നിട്ട് നല്ല ആക്റ്റീവായി പ്രവർത്തിക്കാൻ ഇവിടെ പവർ വീക്കായി മറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ സമയത്ത് നമ്മൾ ഇൻകം വേണമെങ്കിൽ അപ്പുറം പവർ ആയിരുന്ന ആ ഭാഗത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടു ഭാഗം കൂട്ടിപ്പിടിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ ടീമിനെ നോക്കുക. ആ ഒരു റെസ്പോൺസിബിലിറ്റി, എന്റെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു നിന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് നടത്താൻ പറ്റും. അങ്ങനെ രണ്ട് ഭാഗവും ഒരുപാട് 75-80 ലക്ഷം പവർ ഉണ്ട് എനിക്ക് വൺ സൈഡ്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കാറില്ല. DTC എബോ എന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നതിൽ DTC-കളായിരുന്നു 22ഓളം DTC എബോ ലീഡേഴ്സ് എനിക്കുണ്ട്. അവരെ കൂട്ടിപ്പിടിച്ച് എല്ലാ മാസവും ഞാൻ ആ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനും ഭവാനി സാറും കൂടി വലിയൊരു ടീം ആയതുകൊണ്ട് തന്നെ സാറും കൂടി എന്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇപ്പൊ എല്ലാ മാസവും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് നടത്തും. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ ബ്രോൺസിനും സ്റ്റാറിനും റൂബിക്കും കോർഡിനേറ്ററിനും ഒക്കെ ആദരവുകളും മൊമെന്റോസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കുന്നു. അതൊക്കെ നമ്മളും ചെയ്യുക. ലീഡറുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് എന്തിനും ഏതിനും നമ്മളെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സാണ് നമ്മളെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ AIG എന്ന് പറയുന്നൊരു ഫാമിലി, ഈ ഒരു ഇങ്ങനെ ഒരു മൈലൈഫ് ഫാമിലിയിലേക്ക് വന്നത് ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. നാളുകളിൽ 2,10,000 കണ്ടിന്യൂസ് തരികയാണെങ്കിൽ നമ്മളെ ജീവിത ആയുസ്സിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ഒരു 25,000 50,000 ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ജീവിത കാലം മുഴുവൻ ഒരു 30 വർഷം പണിയെടുത്താൽ കിട്ടുന്ന 25,000 ശമ്പളം വാങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് 1 കോടി വരുമാനം ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റും. 30 വർഷം കൊണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി 50,000 ശമ്പളം വാങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് 2 കോടി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ കമ്പനി 2,10,000 ആഴ്ചയിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 52 ആഴ്ച ഉണ്ട് ഒരു വർഷം. നമുക്ക് ഇൻറ്റു 52 അടിച്ചു നോക്കിയാൽ 1,09,20,000 രൂപ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഇനി ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഒരു 58 വയസ്സായ റിട്ടയർഡ് ആവും അല്ലെ. അതുവരെ 50,000 ശമ്പളം വാങ്ങിയിരുന്ന ആള് 58 വയസ്സ് കഴിഞ്ഞ പിന്നെ എത്ര ശമ്പളം വന്നത് അതിന് മൂന്നിലൊരു ഭാഗം. ഞാൻ നാളെ ഒരാളെ കണ്ട് 45,000 ശമ്പളമായിരുന്നു ശ്രീജേച്ചി ഞാൻ റിട്ടയർഡ് ആവാൻ പോകുന്ന സമയത്ത്, ഇന്ന് ഞാൻ 9,000 രൂപയാണ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നോട്. ഞങ്ങളെ കൂടെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഇന്ന് നമ്മളെ മൈലേജിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ ഓരോരുത്തർക്കും നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നെങ്കിൽ ആ ടീമും ആ ഇൻകും അതേപടി നമ്മളെ നോമിനിക്ക് കൊടുത്തിട്ട് അതിന്റെ ഇൻഷുറൻസ് കവറേജ് ഇന്നിപ്പോ 7 ലക്ഷത്തിന് ഇൻഷുറൻസ് കവറേജ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. TC-ക്ക് ആണെങ്കിൽ 3 ലക്ഷവും അതിന്റെ STC-ക്ക് ഒക്കെ ആണ് 5 ലക്ഷത്തിന് ഇൻഷുറൻസ് കവറേജും കൂടി തന്നിട്ടാണ് കമ്പനി നമ്മളെ പുറത്തേതെങ്കിലും യാത്ര അയക്കുക. അതിനുശേഷം എന്തോ കമ്പനി പറയുന്നത് എന്താ അറിയോ, ഇന്ന് ഈ മൈലേജ് സ്റ്റൈലിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് ഫീൽഡിൽ ഇറങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബം ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. പ്രവീൺ സാർ പറഞ്ഞതാ വേദിയിലിരുന്ന്. ആ കുടുംബത്തിലേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഞാൻ അവരെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഏത് മാനേജ്മെന്റ് ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുക? അത്രയും നമുക്ക് വാരി കോരി തരാന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു മഹാസമുദ്രത്തിന്റെ കരയിൽ ഇങ്ങനെ നിന്ന് നോക്കിക്കുക, അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ പോലും ഇറങ്ങിയിട്ടില്ല. അത്രയും മുത്തും പവിഴും ചിപ്പികളും അവിടെ വാരിയെടുക്കാണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൈക്കൊമ്പിളിലെടുക്കാം, പാനിയിലെടുക്കാം, മോട്ടറിൽ വെച്ചിട്ട് സ്വിച്ച് ഇട്ടാൽ പമ്പ് ചെയ്യുന്ന ലെവലിലേക്ക് മാറണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കുറെ പണികൾ എടുക്കാണ്ട്. അതാണ് ടീം വർക്ക്. ആ ടീം വർക്കിലോട് മുന്നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും സർവേശ്വരൻ തട്ടേത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു.